വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. എന്തിനാണ് വന്നതെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനും റിക്കൂട്ടനും അമ്മയും അച്ഛനും കൂടിയിട്ട് വണ്ടിയിൽ പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിനാണ് കേട്ടോ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഭയങ്കരമായ ഇൻ്റർവ്യൂ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമ്മളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ. ഞാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയണ്ടേ, എന്താ പഠിക്കുന്നതൊക്കെ ഞാൻ പിന്നെ പറയാം, ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്തേണ്ട സ്ഥലം ഇവിടെ കാഞ്ഞിരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പണ്ട് ഞാൻ ഇതിനാണ് അമ്മയും കൂടി അവിടെ കാഞ്ഞിരങ്ങാട് അമ്പലത്തിൽ പോയി, അല്ലാണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ തളിപ്പറമ്പെന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് ചുഴലിയിലേക്ക് വരും, അവിടുന്ന് തിരിച്ച് തളിപ്പറമ്പിലേക്ക് പോയി അങ്ങനല്ലാണ്ട് ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങൽ, എന്നിട്ട് എടുത്തേക്കെങ്കിലും പോകൽ, അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. അതിനുള്ളൊരു അവസരമൊന്നും അങ്ങനെ ഉണ്ടായിട്ടുമില്ല. പിന്നെ അച്ഛനോ ആരെങ്കിലും ഇതുപോലെ ഒന്നിച്ചിട്ട് പോകാനൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന സമയത്ത് വീഡിയോ എന്താണെന്ന് അറിയില്ല, ഇൻ്റർവ്യൂവിന് സെലക്ട് ആകുമോയെന്നും അറിയില്ല. അപ്പോൾ പഠിക്കുന്നതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ആണ് കേട്ടോ, ജോലിയല്ല. അങ്ങനെ ഞാനും റിക്കൂട്ടനും അമ്മയും അച്ഛനും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കുരങ്ങനെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാ അങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലാസ്റ്റിൽ കാണുമ്പോൾ വിചാരിക്കും, ഇത് പഠിക്കാനാണോ ഇവൾ പോയതെന്ന്. പക്ഷേങ്കിൽ ഒരു താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് പോകാമെന്നൊന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ കാര്യമായി പഠിച്ചതിലൊന്നും ഒരു ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ ഇതെങ്കിലും അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു സംഭവം പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം കുറച്ച് പ്രകൃതി രമണീയതയെല്ലാം എല്ലാവരും കണ്ടോളൂ. ഇങ്ങോട്ടൊക്കെ കാണാൻ മൊത്തം ഇതുപോലെ മലയും എന്താ നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ റിക്കൂട്ടൻ പറയും മല മല എന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല പോലെ മഴയും പെയ്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ 11 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞത്. അപ്പം 11 മണിക്ക് മുന്നേ നമ്മളവിടെ എന്തായാലും എത്തിയിട്ടുണ്ടായിനെ. അപ്പോൾ കണ്ടില്ലേ, ഈ റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാഞ്ഞിരങ്ങാടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക, എന്നെ അറിയുന്ന 2-3 ആൾ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ഈ ഭാഗം, ഇവിടുത്തെ ആൾക്കാർ, ഇവരൊന്നും ഒട്ടും പരിചയമില്ലാത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ സംസാരിച്ചിരിക്കാനെല്ലാം സ്റ്റെഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചീനെല്ലാം പരിചയപ്പെട്ടു. വേറൊരു ചേച്ചിയും കൂടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇനി സെലക്ട് ആകുവാണെങ്കിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരെയും കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു, ഇവിടെ ഇതിൻ്റെ പുറകെ തന്നെയാണ് പുതിയ ജയിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. അപ്പോൾ വേറെ ഒന്നല്ല, ആ നേരെ കാണുന്ന ആ മതിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ എന്തോ കായ ഉണ്ടാകും, ഇത് നല്ല ടേസ്റ്റാണെന്നുള്ള അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്തോളേ. ഇതൊക്കെ ജയിലിൻ്റെ കൃഷിയാണ് കേട്ടോ, സൈഡിൽ കാണുന്നതെല്ലാം. അപ്പം അച്ഛൻ പറഞ്ഞ് വെറുതെ നീ വീഡിയോ എടുത്തു എന്നിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ജയിലിലെ ആൾക്കാർ ചെയ്ത കൃഷിയാണ്. അപ്പോൾ ഈ റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും റിക്കൊണ്ടും പോയിട്ട് നമ്മൾ കലത്തപ്പലം ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ജയിലിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ് ആണ്. ഞാൻ അന്ന് വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളെ കൈത്തുണിലെല്ലാം തോന്നിയിട്ട്. അപ്പം അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് പിന്നെ എന്നാൽ പഠിച്ചേക്കാം എന്നുള്ള ധാരണയിൽ വന്നത് കേട്ടോ. അപ്പം ഇൻ്റർവ്യൂവിന് സെലക്ട് ആയാൽ മാത്രമേ അവർ കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ ഇനി വിളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. എനിക്കിതിൻ്റെ ABCD അറിയില്ല എന്ന് ഞാൻ അപ്പം തന്നെ കൈവന്നിച്ച് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അറിയാമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. മീൻസ് ബേസിക് അറിയാമെങ്കിൽ ഒന്ന് ചവിട്ടാനെങ്കിലും അറിയണം. എനിക്കതുപോലെ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം എന്താകുമെന്ന് അറിയില്ല, വിളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബാക്കിയുള്ള ജോലി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, അത്യാവശ്യം തയ്യൽ കൊണ്ടെങ്കിലും ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് പഠിക്കാൻ പോകുന്നത്. എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ.
അങ്ങനെ റിക്കൂട്ടൻ പകുതി വഴിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അമ്മ കടയിൽ നിന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങാൻ പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ എന്തോ വറവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതിന് ശേഷം ഇതാ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഇതിങ്ങനെ അരിഞ്ഞതിൻ്റെല്ലാം നടുക്കാന്ന് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായത് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും. അതായത് ഞാൻ ചെന്നൈയിൽ ഒരു ഇൻസ്റ്റയിൽ ഒരു പേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ നമ്മളെ മാലേൻ്റെ അകത്തുള്ള നമ്മളെ ഇഷ്ടമുള്ളവരെന്താ കണ്ണ്, മുഖം എല്ലാം വരക്കുന്ന ഒരു പേജ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിന്നെ കണ്ണൊന്ന് വെറുതെ വരക്കാന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ ഒരു മാലയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ട് അവർ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അപ്പം അമ്മ പറഞ്ഞിങ്ങനെ കൊറിയർ വന്നിട്ടുണ്ട്, പക്ഷേ സാധനം ഓപ്പൺ ആക്കിയിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോസ്റ്റ് ഓഫീസുകാർ വീണ്ടും എനിക്ക് 36ൻ്റെ പണി തന്നിട്ടുണ്ട്. സാധനം ആക്കാൻ വേണ്ടിയിട്ടൊരു 400 രൂപ എനിക്ക് ആയിട്ടുണ്ടായിന്. അപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ആണ് അറിഞ്ഞത്. അപ്പോൾ നിമിഷേച്ചി ചോദിക്കുക ക്യാമറ ഓൺ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞാന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് പകുതിക്ക് എത്തുമ്പോഴാണ് അമ്മേൻ്റെ കോള് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇതന്നെ സംഭവം. അവർ ഓപ്പൺ ആക്കിയിട്ടാണ് സാധനം വീട്ടിൽ തന്നത്. ഇനി പോസ്റ്റ് ഓഫീസുകാർ അവിടുന്ന് സീല് വെക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. പക്ഷെ എന്തായാലും കാല് സാധനം ആരെങ്കിലും വീട്ടിൽ കൊണ്ടുത്തരുമോ എന്നാ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ പൈസയും പോയി, ആ മാലയും പോയി കേട്ടോ. അപ്പോൾ എന്തായാലും കൊറിയറുകാർ അവർ മീൻസ് ഈ ക്രാഫ്റ്റ് ചെയ്തവരെന്തായാലും പറ്റിച്ചതല്ല. കാരണം അവർ ചെയ്തിട്ടുള്ള ഫോട്ടോ എനിക്ക് ഓൾറെഡി അയച്ച് തന്നതാണ്. അപ്പം പിന്നെ അവർക്ക് കാലി സാധനം എന്തായാലും അയക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിൽ ഷിപ്പിംഗ് റേറ്റ് 40 എന്ന് കാണുന്നുണ്ട്. അപ്പം നമ്മളൊരു സാധനം അയക്കുന്ന സമയത്ത് അതിലൊന്നും ഇല്ലാണ്ട് എന്തായാലും പോസ്റ്റ് ഓഫീസർ എടുക്കില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ കിട്ടിയിട്ട് പിന്നെ ആ മാലയും ലോക്കറ്റും എവിടെ പോയി എന്നുള്ളത് അവർക്ക് മാത്രം അറിയാം. ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല, പോസ്റ്റ് ഓഫീസുകാർക്ക് അറിയില്ല, അയച്ചവർക്കും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലായി പോയി. കാരണം ഞാനിങ്ങനെ തുണി വിറ്റിട്ടും അല്ലാണ്ടെല്ലാം ഉണ്ടാക്കുന്ന പൈസയാണ്. അന്നേരം പിന്നെ അതിങ്ങനെ വെറുതെ പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. എന്തായാലും എടുത്താൽ അത് ഉപകരിക്കൊന്നുമില്ല. പിന്നെ എന്തിനാ അതങ്ങനെ മീൻസ് അത് മുകളിലിങ്ങനെ കീറിയിട്ടാണ് ഉള്ളതെന്ന് അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒന്ന് ബ്ലേഡിനെ കൊണ്ട് കത്തിനെ കൊണ്ട് ഒന്നും മുറിച്ചല്ല, കൈനെ കൊണ്ട് കീറിയിട്ടാണ് നോക്കിയത്. അപ്പം എന്താ സംഭവം എന്നറിയില്ല. ഭയങ്കര വിഷമമായിപ്പോൾ എനിക്ക് എന്തായാലും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെയൊന്നുമില്ല, ഇവിടെയില്ല, അവിടെയില്ല, എവിടെയും വീണിട്ടൊന്നും കാണുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവരെ ക്രാഫ്റ്റ് പേജുകാരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അതിന് മേലാൽ പോസ്റ്റൽ വഴി അയക്കൂല, അവർ DTDC വഴി ഒന്നും കൂടി അയച്ചു തരാം, പക്ഷേ എന്നോട് ഷിപ്പിംഗ് ചാർജ് ഒന്ന് പേ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഷിപ്പിംഗ് ചാർജ് 100 രൂപ പിന്നെയും പേ ചെയ്തു. ഇനി അത് എപ്പോൾ കിട്ടുമോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ഭയങ്കര വിഷമമായിപ്പോൾ എന്തായാലും. പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ മൂടുണ്ടായില്ല. കുറേ സമയം ഞാൻ കിടന്ന് എന്നിട്ട് എണീച്ചാൽ ഞാൻ വെച്ച് കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ കാര്യം നടക്കണ്ടേ. അങ്ങനെ പിന്നെയാണ് ഇന്നലെ നമ്മൾ ആ വീഡിയോ എടുത്തത് കേട്ടോ, ചുരിദാർ മെറ്റീരിയൽസിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ ചുരിദാർ മെറ്റീരിയലുകൾ. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് കോട്ടൺ അല്ല, നമ്മളെ സിന്തറ്റിക് പോളിസ്റ്റർ വരുന്ന ചുരിദാർ മെറ്റീരിയലുകളാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ട് 525 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആരും കാണാൻ മറക്കണ്ട. എന്തായാലും കണ്ടിട്ട് വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഇതെല്ലാം മടക്കി വെക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ മടക്കി വെക്കൽ കഴിഞ്ഞു, കുളിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ N4Nൻ്റെ നേച്ചർ ഫോർ നേച്ചർ ഇതിൻ്റെ ഒരു നമ്മളെ ഫേസറും ക്രീമും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ദിവസവും ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും യൂസ് ചെയ്യും. അപ്പം ഞാൻ കുളിച്ചതിന് ശേഷം മുഖത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം ഉണ്ടാകും, കംപ്ലീറ്റ് ഉണക്കൂല കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും റിസൾട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഡെയിലി ഞാനിതിപ്പം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇങ്ങനെ മുഖത്തിങ്ങനെ ഉറ്റിക്കുക, അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരക്കൊന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാ സംഭവമുള്ളത്. ഞാൻ നോർമലി നമ്മളെ നിവ്യേൻ്റെ ക്രീം തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യല്. എപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്.
പിന്നെ എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെ അത് തോല് പൊളിഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ക്രീം മാത്രമാണ് എപ്പോഴും കുളിച്ചതിന് ശേഷം യൂസ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കട്ടെ. എൻ്റെ മറ്റേ നിവ്യൻ്റെ ക്രീം തീരാനായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളെ ഫേസ് ക്രീമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കവറങ്ങ് അടിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് എടുക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ സെറോ ഇട്ടു, നമ്മളെ ക്രീമും തേച്ചു. അപ്പം ഒരു ഗ്ലോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ താഴെ വന്നിട്ടൊക്കെ നിമിഷേച്ചി ഇതാ മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്ക കഴിക്കുവാണ്. അങ്ങനെ മന്തീൻ്റെ നമ്മളെ ക്യാപ്സിക്കം സാധനമെല്ലാം ഞാൻ മുറിച്ചിട്ടു. നിമിഷേച്ചി ഇതാ കംപ്ലീറ്റ് ഉണ്ടാക്കി. എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ ഫോണിൽ അപ്പോഴേക്ക് 7% ആയിപ്പോയി കേട്ടോ ചാർജ്. അപ്പം മന്തിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റിക്കൂട്ടനെയും കിടത്തി ഇറക്കി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ അഥവാ ഇൻ്റർവ്യൂവിന് സെലക്ട് ആവും, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ട് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്ത കാൽവെപ്പാണ് നമ്മളെ സ്റ്റിച്ചിങ്ങിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.